അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഈ ചാപ്റ്ററിലെ കോൺവെക്സ് ലെൻസിലുള്ള ഇമേജ് ഫോർമേഷൻ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ലെൻസ് വാസ് യൂസ്ഡ് ടു ഫോം ആൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ? ഒരു സ്ക്രീനിലെ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അതൊരു കോൺവെക്സ് ലെൻസാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ ആദ്യത്തെയാണ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു അതിനാസ്പദമാക്കിയിട്ട് അവിടെ ഉണ്ടാവുന്ന ഇമേജ്, അതേപോലെ തന്നെ ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ, ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ കണ്ടെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരെയാവില്ല, അതായത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നു, അതിൻ്റെ ഇമേജ് ഫോർമേഷൻ എവിടെ നടക്കുന്നു, ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് മൂന്നും നന്നായി പഠിച്ചിരിക്കണം. ആദ്യം തന്നെ ഇമേജ് വെക്കുന്നത് ബിയോണ്ട് 2Fലാണ്. അതായത് ബിയോണ്ട് 2F എന്ന് പറയുമ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൽ കൂടെ ഒരു പാസ് ചെയ്ത് പോകുന്ന ഒരു ഇമാജിനറി ലൈൻ, നമ്മൾ എന്താ പറയുന്നത്, ഒപ്റ്റിക് ആക്സിസ്. ഇവിടെ O എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്റർ ആണ്, F എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. എഫിൻ്റെ തൊട്ടിപ്പുറത്ത്, അതായത് ഈ Oയും Fഉം തമ്മിലുള്ള ആ ഒരു ലെങ്ത്തിൻ്റെ 2 ആണ് Oയും 2Fഉം തമ്മിലുള്ള ആ ദൂരം. അത് നമ്മൾ 2F എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേ ദൂരം തന്നെയായിരിക്കും ഇവിടെയും. അതുകൊണ്ട് Oന്ന് വരുമ്പോൾ അത് ഡബിൾ ആയെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ബിയോണ്ട് 2Fൻ്റെ ബാക്കിൽ കൊണ്ട് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇമേജിൻ്റെ പൊസിഷൻ, ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? അടുത്ത ഒരു ഭാഗത്ത്, ലെൻസിൻ്റെ മറുഭാഗത്തുള്ള Fൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് ഫോം ചെയ്യുക. അത് ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോൾ സ്മോൾ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കീഴാൻ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ ഇമേജ് ആയിരിക്കും. ഇനി 2Fൽ വയ്ക്കാൻ നോക്കി. അടുത്ത നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് 2Fലാണെങ്കിൽ അത് എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? അടുത്തൊരു ഭാഗത്ത് 2Fൽ, ലെൻസിൻ്റെ മറുഭാഗത്ത് 2Fൽ തന്നെയായിരിക്കും ആ ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിലായിരിക്കും. ഇവിടെ സ്മോൾ ആയിരിക്കും. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനേക്കാളും സ്മോൾ ഇമേജസ് ആണ് ഇവിടെ ഫോം ചെയ്യുക. എന്നാൽ 2Fൽ വെക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിലുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുക. അതുപോലെ തന്നെ അത് തല കീഴാൻ നിൽക്കുന്ന ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ യഥാർത്ഥമായ റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. ഇനി Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുക. അപ്പോൾ മറുഭാഗത്ത് 2Fൻ്റെ ബാക്കിലായിട്ട്, അതായത് ഈ 2Fൻ്റെ ബാക്കിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് എന്ന് പറഞ്ഞത് വലിയ ഇമേജ് ആയിരിക്കും. മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇമേജ് ആയിരിക്കും. ഇനി വേറൊരു വാക്കുണ്ട്, എൻലാർജ്ഡ് എന്ന് പറഞ്ഞാലും വലിയ ഇമേജ് ആയിരിക്കും. ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആയിരിക്കും. അതുപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇനി Fൽ കൊണ്ടുവയ്ക്കാൻ നിൽക്കും. ഇനി ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അറ്റ് ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസിലാണെങ്കിൽ ഫാർ അവേ, ഇൻഫിനിറ്റി, ആ ഒരു ഒബ്ജക്റ്റ് ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിയിൽ, വളരെ അകലത്തിലാണ് ആ ഇമേജ് ഫോം ചെയ്യുക. എവിടെ ഫോം ചെയ്യും? അനന്തതയിൽ. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇൻഫിനിറ്റിയിൽ ആ ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് എന്ന് പറഞ്ഞത് വലിയ ഇമേജ് ആയിരിക്കും. മാഗ്നിഫൈഡ് എന്ന് പറയുന്നത് വലിയ ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കീഴായി നിൽക്കുന്നത്. ഇനി Fൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ, ഇതന്നെ ലെൻസ്, Fൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ ഇമേജ് വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് തന്നെ, അതായത് എല്ലാ ഇമേജസും ഇപ്പുറത്താണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ, ഈ ഒരു ഭാഗത്താണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ Fൻ്റെയും ലെൻസിൻ്റെയും കാര്യത്തിൽ Fൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെക്കുകയാണെങ്കിൽ ആ ഇമേജ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഫോം ചെയ്യുക. ആ ഇമേജിന് ഇറക്റ്റ് ആയിരിക്കും, അതായത് നേരെ നിൽക്കുന്നത്. മറ്റതൊക്കെ തല കീഴായിട്ടാണ് നിൽക്കുക, ഇത് നേരെ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ മിഥ്യയാണ് അവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞത്. അതുപോലെ വലിയ ഇമേജ് ആയിരിക്കും കിട്ടുക. ഈ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഇറക്റ്റായിട്ട് നിൽക്കുന്ന ഒറ്റ ഇമേജ് കോൺവെക്സ് ലെൻസിൽ ബിറ്റ്വീൻ Fൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് മാത്രമാണ് മിഥ്യയായിട്ടുള്ള ഇമേജ്, വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ്. പക്ഷേ ഈ Fൽ വെക്കുമ്പോൾ ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ആ ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. പക്ഷേ വെർച്വൽ ആയിട്ടുള്ള ഒരേ ഒരു ഇമേജ് ബിറ്റ്വീൻ F ആൻഡ് ലെൻസിൻ്റെ ഇടയിലായിരിക്കും. ഈ കാര്യങ്ങൾ നന്നായി പഠിച്ചിരിക്കുക.
നമ്മൾ നേരത്തെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ വരയ്ക്കുമ്പോൾ ചില ഹിൻഡ് നമുക്കിവിടെ അടുത്ത ഈ ഒരു പാർട്ടിൽ നമുക്ക് തരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഇസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡന്റ് ഓൺ ദ കോൺവെക്സ് ലെൻസ്. ഈ ഒരു കോൺവെക്സ് ലെൻസിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഗർ പഠിക്കാൻ പോകുന്നത്. ഇതാണ് ആ ഒരു ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞത്. ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ റേ കണ്ട, ഈ ഒരു റേ ലെൻസിൽ വന്ന് തട്ടി കടന്നു പോകുന്നത് ഏതിക്കൂടെ ആയിരിക്കും കടന്നു പോവുക? അത് പ്രിൻസിപ്പൽ ഫോക്കസ്, അതായത് അടുത്ത സൈഡിലെ പ്രിൻസിപ്പൽ ഫോക്കസ് കണ്ട, ക്യാപിറ്റൽ F എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്രാക്ഷന് ശേഷം കടന്നു പോവുക. ഇതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് അടുത്തൊരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ എന്താണ്? ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യാന്ന് വെക്കി. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ മിഡ് പോയിൻ്റായ O വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കൂടെ ഒരു ലൈറ്റ് റേ വന്ന് വീഴാണെങ്കിൽ അത് അടുത്ത സൈഡിൽ വെറുതെ ഇങ്ങനെ, അതായത് അതിന് അതേപോലെ തന്നെ കടന്നു പോകും. അതായത് ഇവിടെ ഇതിന് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കില്ല. അതായത് റിഫ്രാക്ഷന് വിധേയമാകാതെ അഥവാ ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അത് നേരെ തന്നെ കടന്നു പോകും. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്നിക്കൂടിയും കടന്നു പോവില്ല. അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു റേ ഓഫ് ലൈറ്റിന് എന്തെങ്കിലും ഡീവിയേഷനോ വളവോ ചെരുവോ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. അത് നേരെ തന്നെ കടന്നു പോകും. അതായത് അവിടെ എന്താണ് അതിന് കാരണം? അവിടെ ആ റേ ഓഫ് ലൈറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി റിഫ്രാക്ഷൻ. ആ റേ ഓഫ് ലൈറ്റിന് റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് അത് നേരെ തന്നെ കടന്നു പോകുന്നത്, ഡീവിയേഷൻ ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെൻട്രിക്കോടെ കടന്നു പോവുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കുമെന്നും നമ്മൾ പഠിച്ചു. ഇനി നോക്കി, എ റേ ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദ ഫോക്കസ് കണ്ട, ഈ ഒരു ഫോക്കസിൽ കൂടെ വന്നിട്ടാണ് ഈ ലെൻസിൽ വീഴുന്നെങ്കിൽ ആ റേക്ക് എന്ത് സംഭവിക്കും? ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. കണ്ട, ഇവിടെ നോക്കി, ഒപ്റ്റിക് സെൻട്രിക്കോടെ വരുന്നത് നേരെ തന്നെ പോയി, റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഫോക്കസിക്കോടെ വരുന്ന ഈ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? ലെൻസിലൊന്ന് തട്ടി റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ ഈ റേ ഓഫ് ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കും. എന്നിട്ട് അടുത്ത സൈഡിൽ കൂടെ പാരലായിട്ട് കടന്നു പോകും. എന്തിന് പാരലായിട്ട്? ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് തന്നെ ഇത് കടന്നു പോകും. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട, നമ്മൾ നേരത്തെ ഒരു ടേബിൾ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആ ടേബിളിനെ ആസ്പദമാക്കിയിട്ട് ഫിഗർ വരയ്ക്കാൻ വരും. അത് ഏത് ഭാഗത്താണ് ഒബ്ജക്റ്റ് വെക്കുക, അല്ലെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ഇമേജ് ഫോം ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എവിടെ വെക്കണം, ഇത് 3 കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരീക്ഷയ്ക്ക് തിരിച്ചു വരും. അതേപോലെ തന്നെ ഈ ഒരു ഇമേജ് ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കാനും പറയും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ നമുക്കറിയില്ല. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2F, അതായത് ഈ ഒരു ഈ ഒപ്റ്റിക് ആക്സിസ്, ലെൻസ്, ഇതൊക്കെ നമ്മൾ വരയ്ക്കണം. ഈ O എന്ന് പറയുന്നത് ലെൻസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഒരു നിശ്ചിത ദൂരം പിന്നിട്ട് F അടയാളപ്പെടുത്തുക, അതേ ദൂരം 2Fലേക്ക് അടയാളപ്പെടുത്തുക. ഇതൊക്കെ അടയാളപ്പെടുത്തി 2 സൈഡിലും ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് 2Fൻ്റെ ബാക്കിൽ കൊണ്ട്, ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഈ 2 റേയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഒരു റേ എന്ന് പറഞ്ഞത് നേരെ പാരലായിട്ട് പോയിട്ട്, പാരലായിട്ട് പോണ റേ എങ്ങോട്ട് പോകുന്ന ഞാൻ പറഞ്ഞത്? ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഇനി നേരെ തന്നെ ഒപ്റ്റിക് സെൻട്രിക്കോടെ പോകുന്ന ആ ഒരു റേ എന്തെങ്കിലും റിഫ്രാക്ഷന് വിധേയമാവോ? ഇല്ല. അത് നേരെ കടന്നു പോകും. ആ കടന്നു പോയിട്ട് ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന ആ ഒരു സ്ഥലത്താണ് ഇമേജ് ഫോർമേഷൻ നടക്കാൻ നമ്മൾ പറഞ്ഞു. ആ ഇമേജ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും. കണ്ട, ഇമേജ് തല കീഴായി നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇമേജ് വന്നിരിക്കുന്നത്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ ഇമേജ് ആയിരിക്കും. ഈ ഇമേജ് ഫോം ചെയ്യുന്നത് എന്തിലാണ്? Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ. ഇനി നിങ്ങളുടെ Fൻ്റെയും 2Fൻ്റെയും ഇടയിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ പിക്ചറൊക്കെ വരച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇമേജ് ഇവിടേക്ക് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ നമ്മുടെ പിക്ചറിൽ ഈ ഇമേജ് ഇവിടെ ഫോം ചെയ്താലും പരീക്ഷയ്ക്ക് അത് എഴുതി വെച്ചാൽ തെറ്റായിരിക്കും. അപ്പോൾ ഇമേജ് ഫോർമേഷൻ എവിടെയാണ് നടക്കണമെന്ന് കറക്റ്റ് പഠിച്ച് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കാൻ. അതുപോലെ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ എഴുതി വയ്ക്കണം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് അറ്റ് 2F. 2Fൽ കൊണ്ട് ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ അവിടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചേക്കുന്നത്? അനദർ സൈഡിൽ 2Fൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിൽ 2Fൽ വെച്ചു. ഇതിൻ്റെ ഒരു ലൈറ്റ് റേ കണ്ട, ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട്, പച്ചയാണ് പാരലായിട്ട് കടന്നു പോകുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി. ഇനി ഒരെണ്ണം ഒപ്റ്റിക് സെൻട്രിൽ കൂടെ കടന്നുപോയി. അപ്പോൾ ഈ 2 സംഭവങ്ങളും, ഈ 2 ലൈനും
കൂട്ടിമുട്ടുന്ന ആ ഒരു സ്ഥലത്താണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. അതെവിടെയാണ്? 2Fലാണ്. ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കണേ. അത് റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ സെയിം സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിൽ വരുന്ന ഒരു ഇമേജ് ഫോർമേഷനാണ് എവിടെ നടക്കുന്നത്? ഒബ്ജക്റ്റ് 2Fൽ വെക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പൊസിഷൻ നമ്മൾ പഠിച്ചിരിക്കണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ F and 2F എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതും. അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് എവിടെ വെക്കുമ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. ഇവിടെ നോക്കി, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F and 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ ഇതേ കണ്ട ഒബ്ജക്റ്റ് വെച്ചേക്കാണ്, എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ. അപ്പോൾ ഒരു ലൈൻ, അതായത് ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ പ്രിൻസിപ്പൽ ഫോക്കസോട് കടന്നുപോയി. ഇനി ഒരെണ്ണം എന്തിൽ കൂടെ കടന്നു പോകും? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകും. ഇവിടെ വരുന്ന ഇമേജ് ഫോർമേഷൻ നോക്കി, ബിയോണ്ട് 2Fൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇനി ഇവിടുത്തെ ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ മാഗ്നിഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും. വലിയ ഇമേജ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക. ഇനി ഒബ്ജക്റ്റ് എഫിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ എന്ത് ഇവിടുത്തെ ആ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഒന്ന് എഫിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരെണ്ണം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകും, അതുപോലെ ഒരെണ്ണം ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകും. ഈ 2 റേ ഓഫ് ലൈറ്റ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് എന്ത് ഇമേജാണ്? ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിയൽ ആയിരിക്കും, മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും, വലിയ ഇമേജാണ് നമുക്ക് കിട്ടാൻ നമ്മൾ പഠിച്ചു. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ 2 റേ ഓഫ് ലൈറ്റ് കൂട്ടിമുട്ടുന്നത്? ഇൻഫിനിറ്റി അഥവാ അനന്തതയിൽ വെച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് എഫിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മളെവിടെ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? എഫ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ആ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇമേജ് ഫോർമേഷൻ ഇൻഫിനിറ്റി അഥവാ വളരെ അകലത്തിൽ, അനന്തത എന്നൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഡസ് എ കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോം ഓൺലി റിയൽ ഇമേജസ്? നമ്മൾ നേരത്തെ ആ ടേബിൾ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ 5 നമ്മൾ പഠിച്ചു, 4 റിയൽ ഇമേജസ് ആണ് ഫോം ചെയ്യുക. എന്നാൽ അവസാനത്തെ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൻ്റെയും പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അവിടെ വെർച്വൽ അഥവാ മിഥ്യ ഇമേജ് ആണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ശരിയാണോ? അല്ല. അവിടെ കോൺവെക്സ് ലെൻസ് വെർച്വൽ ഇമേജ് അഥവാ മിഥ്യ ഇമേജും ഫോം ചെയ്യുന്നുണ്ട്. ഏത് കേസിൽ? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിൻ്റെ കേസിൽ. കണ്ട ഇവിടെ നോക്കി, എഫിൻ്റെയും ലെൻസിൻ്റെയും ഇടയിൽ വെക്കുമ്പോൾ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് സെയിം സൈഡിലാണ്. കണ്ട, എല്ലാ ഇമേജ് ഫോർമേഷനും ലെൻസിൻ്റെ ഇപ്പുറത്താണ് നടക്കണമെങ്കിൽ ഈ ഒരു എഫിൻ്റെയും ലെൻസിൻ്റെയും വെക്കുമ്പോൾ ബിറ്റ്വീനിൽ വെക്കുമ്പോൾ ആ ഇമേജ് ഫോർമേഷൻ ഈ ലെൻസിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് നടക്കുന്നത്. ആ ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റ്, കണ്ട നേരെ നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. മറ്റെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിന്നിരുന്നല്ലേ, അപ്പോൾ ഇത് ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ വെർച്വൽ ആയിരിക്കും. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് നമ്മൾ പഠിച്ചു, മാഗ്നിഫൈഡ്, വലിയ ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുക. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്കിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.